ഭാഗ്യമെന്നത് ഒരു ദൃശ്യമായാൽ എങ്ങനെയുണ്ടാകും? അത് കട്ടപ്പനയിൽ നിന്ന് ഇന്ന് ശരിക്കും കണ്ടു. ഒരു CCTV ദൃശ്യമായിട്ടാണ്. കുമളി സ്വദേശി വിഷ്ണുവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറുന്നതും കാര്യമായി പരിക്കേൽക്കാതെ വിഷ്ണു രക്ഷപ്പെട്ടതും അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? സംഭവ സ്ഥലത്ത് നിന്ന് സന്ദീപ് രാജാക്കാട് വിവരിക്കും അവിടെ നടന്ന കാര്യങ്ങൾ. ഇന്നലെ ഈ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നിടത്താണ് വിഷ്ണു ഇവിടെ ബസ് കാത്തിരുന്നത്. ആ സമയത്താണ് ഏതാണ്ട് 6:45 കൂടി ഈ വാഹനം പുറകോട്ട് എടുക്കുകയും നിയന്ത്രണം വിട്ടുവന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തത്. വലിയ അപകടം ആയിരുന്നു ഉണ്ടാകേണ്ടത്. അവിടുന്ന് ഒരു നിയന്ത്രണം വിട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ ഒരു അപകടം, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഈ ഒരു CCTVയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതിൽ നിന്നാണ് വന്ന വാഹനം കയറി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടത്. ഇന്നലെ ഇവിടെ നിങ്ങൾ ഈ സംഭവം നടന്നത്? എന്താ സംഭവം നടന്നു? ഞങ്ങളുടെ കടയാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന ബേക്കറി നമ്മുടെയാണ്. അപ്പോൾ ഏകദേശം വൈകിട്ട് ഒരു 6:40 ആയപ്പോഴത്തേനും ഒരു വണ്ടി ഡ്രൈവർ ഓടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത് നമ്മൾ കണ്ടു. പൊടുന്നാന വണ്ടി അകത്തോട്ട്, പുറകിലോട്ട് പോകേണ്ട വണ്ടി അകത്തോട്ട് കയറി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല, ബസ്സിനെ കുറിച്ച് നമുക്കൊരറിവില്ല. പക്ഷേ ആ വണ്ടി പുറകിലോട്ട് പോകേണ്ട വണ്ടി പൊടുന്നാനെ അകത്തോട്ട് കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം ഇല്ലാതെ അകത്തോട്ട് കയറി വരുന്നു. ഒന്ന് കുറച്ചുകൂടെ കയറി വന്നായിരുന്നു ഞങ്ങളുടെ ഈ കടയും അപ്പുറത്തെ കടയും എല്ലാം പൊളിയേണ്ട ഒരു അവസ്ഥയിലോട്ട് കടന്നു വന്നതിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനെ ശ്രദ്ധിച്ചില്ല, വേഗം വണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ്. വേഗം വണ്ടി കയറി വന്നു. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ വേഗം വണ്ടി കയറി വരികയും അവനെ അതിനകത്ത് വെച്ച് അമക്കുന്ന ഒരു അവസ്ഥ. അവനെ എടുത്തുകൊണ്ട് ഞങ്ങളാണ് ആശുപത്രി പോയതും അവൻ്റെ കാര്യങ്ങൾ അവിടെ ആശുപത്രിയിൽ എന്താ വേണ്ടതെന്നുള്ളത് നോക്കിയതും ഞങ്ങളാണ്. ഇതിപ്പോൾ മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് എപ്പോഴും ബസ്സുകൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ബസ്സുകൾക്ക് പലതിനും സമയം കുറവുള്ള ബസ്സുകളുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകേണ്ട ബസ്സുകളുണ്ട്. ചിലപ്പോൾ 1-2 മിനിറ്റ് വഴിയിൽ താമസിക്കുമ്പോഴത്തേക്ക് അവർ വഴിയിലും താമസിച്ച് വരുന്ന അതേ സ്പീഡിൽ തന്നെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നു. കാരണം അത് അവരുടെയും തെറ്റലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പെർമിറ്റുകളുള്ള സമയത്തായിരിക്കും അവർ പോകുന്നത്. പക്ഷേ വേഗം കടന്നു വരുമ്പോഴത്തേക്ക് അവരുടെ നിയന്ത്രണം വിട്ടു പോയി കഴിഞ്ഞാൽ അതിനൊന്ന് തടയിടുവാൻ വേണ്ടി ഇവിടെ ഒരു സാഹചര്യങ്ങളുമില്ല. ഇവിടെ അതിനുവേണ്ടി അധികൃതർ ഒന്നും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റി അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. എന്തായിരുന്നാലും ഈ വിഷ്ണുവിന് ഇപ്പം നിലവിൽ പരിക്കുകളൊന്നുമില്ല, സാരമായ ഒരു പരിക്കുകളുമില്ല. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ആളൊക്കെ എന്തോ പറ്റിയെന്ന് എല്ലാം കരഞ്ഞല്ലേ? ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് കൂട്ടം നിലവിളിയായിരുന്നു. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അല്ലേ? ഞാൻ ആ പുള്ളി ഇരുന്ന സ്ഥാനത്ത് ഒരു 2 മിനിറ്റ് മുമ്പ് ഞാൻ അങ്ങേര് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അവിടെ ഇരുന്ന ഒരാളാണ്. എന്തായിരുന്നാലും അത്തരത്തിലാണ്. ഒന്ന്, ഇവിടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി വെക്കുന്നുണ്ട്. കാരണം ഇവിടേക്ക് വാഹനങ്ങൾ നീങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടി അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണം, ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും കച്ചവടക്കാരും യാത്രക്കാരും അടക്കം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ.